ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാർ ആഫ്റ്റർ ഒരു കാറ് 11 വർഷത്തിന് ശേഷമുള്ള ഒരു കാറിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാറ് നിസാൻ്റെ ഇൻഫിനിറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ലക്ഷറിയസ് ആയിട്ടുള്ള ജാപ്പനീസ് കാറാണ്. നിസാൻ്റെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാറാണ് ഇൻഫിനിറ്റി. നിസാൻ വിളിക്കുന്നത് കോമ്പാക്ട് എക്സിക്യൂട്ടീവ് കാർ എന്നാണ്. ഈ കാറിൻ്റെ വേറൊരു പ്രത്യേകത അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിനകത്ത് മെഴ്സിഡീസ് ബെൻസിൻ്റെ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ലിറ്റർ ടർബോ എഞ്ചിനായതുകൊണ്ട് തന്നെ ഫ്യൂൽ കൺസംഷനൊക്കെ കുറവായതുകൊണ്ടും കുറച്ചുകൂടി ഒരു അധികം അനാവശ്യമായ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വണ്ടി ഒരു സാധാരണക്കാരന് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ്. 2014 ആണ് ഈ വണ്ടി ലോഞ്ച് ആയത്. ആ 2014 മോഡൽ തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. G37 എന്ന് പറയുന്ന മോഡലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇത് ഇറങ്ങിയത്. ഈ വണ്ടിയുടെ പോരായ്മകൾ, അതുകൂടാതെ അഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഒരു 10 വർഷം കഴിഞ്ഞ കാർ ഓൾമോസ്റ്റ് 300,000 കിലോമീറ്റർ ഓടി. സോ ഇത്രമാത്രം ഓടിയ ഒരു കാറിൻ്റെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ കൂടി കാണിക്കുന്നതാണ്. ഈ പ്രീമിയം കാർസൊക്കെ അത്രമാത്രം ക്വാളിറ്റിയിൽ അതേപോലെ റിലയബിലിറ്റിയിലും ഒക്കെ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ കാണിക്കുക. അതുകൂടാതെ ഇതുപോലെയുള്ള ഒരു കാർ, ഒരു ലക്ഷറി ജാപ്പനീസ് കാർസ് സെലക്ട് ചെയ്യുമോ? എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യും. ഞാൻ സെലക്ട് ചെയ്യാൻ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന്. അത് നിങ്ങൾക്കത് ആപ്റ്റായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് അതിനൊരു ലൈക്ക് അടിക്കുക. അത് അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നമ്മളൊരു 30,000 to 35,000 ദിറം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പഴയ ജാപ്പനീസ് കാർ കിട്ടും. എന്തുകൊണ്ടും ലാഭമാണ്. പക്ഷേ കുറച്ചൊരു ചെറിയ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഓഫ് കോഴ്സ്. എന്നാലും ഞാൻ ഈ ഒരു വണ്ടീൻ്റെ സിറ്റുവേഷൻ കാണിച്ചതിന് ശേഷം നിങ്ങളും തീരുമാനിക്കും നിങ്ങൾക്ക് പുതിയത് വേണോ അതോ പഴയത് വേണോ എന്ന്. ഇപ്പോൾ ഇറങ്ങുന്ന ഒരുവിധം എല്ലാ കാറിലും, ഈ കാറിൽ 10 വർഷം മുന്നേ ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ ഉള്ള കാറിൽ ഉണ്ട്. പക്ഷേ അതിന് അതിൻ്റെതായ പ്രൈസ് കൊടുക്കേണ്ടി വരും. ബോഡിയിലേക്ക് വരുമ്പോൾ എയറോഡൈനാമിക് ഡിസൈനാണ്. കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് 0.26 ആയിട്ട് ഉള്ള ഡിസൈനാണ് ബോഡി. ഒരുപാട് മഴയും വെയിലൊക്കെ കൊണ്ടതാണ്. എന്നാലും പെയിൻ്റ് ഒന്നും അത്ര ഫെയ്ഡ് ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻഫിനിറ്റി സ്ക്രാച്ച് ഷീൽഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു പെയിൻറ്റ് ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു എലാസ്റ്റിക് ഡിസൈനോട് കൂടി സെൽഫ് ഹീലിംഗ് ക്ലിയർ കോട്ടാണ് അത്. അധികം ഫെയ്ഡ് ആയിട്ടൊന്നുമില്ല കളറ്. ആ ഒരു പ്രീമിയം കാറിൻ്റെ ഒരു ബോഡി പെയിൻറ്റിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി ഇപ്പോഴും വിസ്റ്റാൻഡ് ചെയ്തിട്ട് തന്നെ കാണുന്നുണ്ട്. മൂൺലൈറ്റ് വൈറ്റ് എന്ന് പറഞ്ഞ പെയിൻറ്റാണ്. ഷൈനിങ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. പോളിഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പുതുപുത്തൻ കാർ പോലെയൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. സോ അത് ഞാനൊരു റീസണായിട്ട് കാണുവാണ് സെലക്ട് ചെയ്യാനുള്ളത്. കാരണം പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ഒന്നും പോകുന്നില്ല എന്നുള്ളത്. ലൈറ്റിലേക്ക് വരുമ്പം LED ആണ്. ഇച്ചിരി ഒന്ന് ഫീഡ് ആയിട്ടുണ്ട്. DRലാണ് കൊടുത്തിരിക്കുന്നത് തൊട്ട് മുകളിലായിട്ട്. പിന്നെ ഫോഗ് ലൈറ്റ് അത് LED ആണ്. റിയർ ലൈറ്റും LED ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പം വരുന്ന പ്രീമിയം കാറിലുള്ള പോലെ തന്നെയുള്ളൊരു ഫീച്ചർ തന്നെയാണ് അത് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു റീസണാണ് അടുത്ത്. പിന്നെ ഈ Q50 എന്ന് പറയുന്ന മോഡലിന് ഫേസ് ലിഫ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഴയതാണോ പുതിയതാണോ അറിയണമെങ്കിൽ കുറച്ചൊരു എക്സ്പെർട്ടായ ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഗ്രില്ല് ഡബിൾ ആർക്ക് ഗ്രില്ല് തന്നെയാണ്. അതിപ്പോഴും നിങ്ങൾ പുതിയ ഇറങ്ങിയ വണ്ടിയിലൊക്കെ ഇത് തന്നെയാണ് കാണുമോ, ഈ ഒരു കൈൻഡ് ഗ്രില്ലാ കാണുമോ. അതിന് ചുറ്റും ക്രോം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ക്രോം ഫിനിഷിംഗ് ബ്ലാക്ക് ക്രോം അല്ലെങ്കിൽ ഡാർക്ക് ക്രോം ഒക്കെ ആയിട്ടുള്ളൊരു ചില മോഡൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അടുക്കൊരു ഇൻഫിനിറ്റിൻ്റെ ഒരു ലോഗോ, അതും അന്നും ഇന്നും ഒരേപോലെ തന്നെയാണുള്ളത്. ഇനി സൈഡ് മിററിലേക്ക് വരുമ്പോൾ ടേൺ ഇൻഡിക്കേറ്ററോട് കൂടിയുള്ള സൈഡ് മിററാണ് കൊടുത്തിരിക്കുന്നത്. അതിലും മിറർ നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിലുള്ള പോലെ ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അതുകൂടാതെ ഇലക്ട്രോണിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള മിററാണ് കൊടുത്തിരിക്കുന്നത്. ഡീഫോഗറും ഉണ്ട്. ഇൻഫിനിറ്റി മോഡലുകളിലാണ് ആദ്യമായിട്ട് സറൗണ്ട് ക്യാമറ എന്നുള്ള പേരിൽ 360 ഡിഗ്രി ക്യാമറ ഇറങ്ങിയത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് 2014 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. സോ ഇറ്റ്സ് അനദർ റീസൺ. പക്ഷേ ആ 360 ഡിഗ്രി ക്യാമറ ഇവിടെ ഈ സൈഡ് മിററിലൊന്നും കാണുന്നില്ല. അതിൻ്റെ ടെക്നോളജി എന്താണെന്ന് എനിക്ക് അത്ര വശമില്ല. അറിയുന്ന ആരും കൊണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഇനി ഡോർ ഹാൻഡിലേക്ക് വരുമ്പോഴും ഒരു ഫീച്ചേഴ്സും കുറച്ചിട്ടില്ല. കീലെസ് എൻട്രി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചെറിയൊരു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നൈറ്റിലൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ എളുപ്പമാക്കാനൊക്കെ. ക്രോം ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിനൊരു പ്രീമിയം ഫീൽ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഈ ബോഡിയിലേക്ക് വരുമ്പോൾ ഈ സ്കൾപ്റ്റഡ് ലൈൻസ്, കേർവ്സ് ഒക്കെ ഈ 2014 വണ്ടിയിലും ഇപ്പോഴും ഇറങ്ങുന്ന വണ്ടികളിലും കാണാം, Q50 മോഡലുകളിൽ. അത് പക്ഷേ ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഔട്ട്ഡേറ്റഡ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഒരു ബോർഡൊന്നും ഫീൽ ചെയ്യുന്നില്ല. 17 ഇഞ്ച് അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. 10 സ്പോക്കാണ്. റിയറിൽ വരുമ്പോൾ ട്രങ്ക് ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 400 ലിറ്ററോളം കപ്പാസിറ്റി ഉണ്ട്. 2 സീറ്റും ഫ്ലാറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ 2 ആക്ച്വേറ്ററും വളരെ എഡ്ജിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇൻ കേസ് ലഗേജ് ഒക്കെ വെക്കുമ്പോൾ ആ സ്പേസ് കൂടി ലാഭിക്കുക മാത്രമല്ല ലഗേജുമായിട്ട് ഇൻ്റർഫെയർ ചെയ്യാത്ത തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് അനദർ അഡ്വാൻറ്റേജ്. പിന്നെ ട്രങ്കിൽ ഇൻ കേസ് ബാറ്ററി ഒക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുള്ളി ചെയ്യുന്ന സ്ട്രാപ്പ് കൊടുത്തിട്ട് കാണാം. ഇതൊക്കെയാണ് ട്രങ്കിലുള്ളത്. എക്സോസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു സ്പോർട്ടി ഡുവൽ എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 ലിറ്റർ എഞ്ചിനാണെങ്കിലും. പിന്നെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലൈറ്റ് കാണാം. പിന്നെ ലക്ഷറി കാറുകളിൽ ബിൽറ്റിൻ ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സായ റിയർ ക്യാമറ, അതുകൂടാതെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ്, ഡീഫോഗേഴ്സ്, സൺറൂഫ് ഒക്കെ ഇതിലുണ്ട്. അതൊക്കെ ഓരോ കാരണമായിട്ട് ഞാൻ കണ്ടെത്തുകയാണ്.
വണ്ടി വാങ്ങിക്കാനുള്ളത്. ഈ ഫ്യൂൽ ഫില്ലിംഗ് പോർട്ടിലേക്ക് വരുമ്പോൾ അത് ഫസ്റ്റ് ഓപ്പൺ ആണ്, നമ്മൾ ഉള്ളിൽ നിന്ന് തുറന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്തൊരു അഡ്വാൻറ്റേജ്. റൂഫിലേക്ക് വരുമ്പോൾ ആൻഡിലൊന്നും കൊടുത്തിട്ടില്ല. ഈ ഫ്രണ്ട് പാസഞ്ചർ ഡോറിലേക്ക് വരുമ്പോൾ അവിടെയും വൺ ടച്ച് ആയിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഡോർ ലോക്ക് അൺലോക്ക് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റിലേക്ക് വരുമ്പോൾ ഇലക്ട്രോണിക്കലി 4-way അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാൽസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോർ സില്ലൊക്കെ ഇൻഫിനിറ്റി എന്ന് എഴുതിയൊരു ക്രോം ഫിനിഷിങ്ങോട് കൂടി ഒരു ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡ്രൈവർ ഡോറിലേക്ക് വരുമ്പോൾ തന്നെ 4 വിൻഡോസും വൺ ടച്ച് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ളത്. അതുകൂടാതെ 2 സീറ്റിംഗ് പൊസിഷൻ ഓൾറെഡി മെമ്മറബിൾ ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, അതുകൂടാതെ ഇത്രയും വർഷം പഴകിയ വണ്ടിയാണെന്ന് കണ്ടാൽ തോന്നുന്ന തരത്തിലാണ് സീറ്റ് ഇപ്പോഴും ഉള്ളത്. കംപ്രസ്ഡ് ഒന്നും ആയിട്ടില്ല, റിങ്കിൾസ് ഒന്നും ഇല്ല. ലെതറൊക്കെ ആ ഒരു ക്വാളിറ്റി തന്നെ ഇപ്പോഴും ഉണ്ട്. ഇതുപോലെയുള്ള പ്രീമിയം കാറുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. പിന്നെ ഇത് കണ്ടില്ല, ഇത് മൊത്തത്തിൽ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ്, അതുകൂടാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ, എല്ലാവരുടെയും ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ലക്ഷറി ഫീല് കിട്ടുന്നത് ഇൻറ്റീരിയർ. ബ്രഷ്ഡ് അലൂമിനിയം ട്രിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെതർ എല്ലാവരുടെയും ഒരു നല്ല ക്വാളിറ്റി ലെതേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ. പിന്നെ ആകെ ഒരു ലോവർ സൈഡ് ഡോറിൻ്റെ ഈ കപ്പ് ഹോൾഡറിൻ്റെ അടുത്ത് മാത്രമേ ഒരു പ്ലാസ്റ്റിക് കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെയും സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാവരുടെയും കാണുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ 10 years ആയിട്ടും ഔട്ട്ഡേറ്റഡ് ആകാത്ത ഒരു ഇൻറ്റീരിയറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും 2024 ഇറങ്ങുന്ന വണ്ടികളിലും ഇതേ പാറ്റേൺ തന്നെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. അതേപോലെ ഈ വണ്ടിയുടെ തന്നെ മോഡിഫൈ ചെയ്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ കുറച്ചൊരു സ്പോർട്ടി അല്ലെങ്കിൽ കുറച്ചൊരു ഓൾട്ടർ ചെയ്തിട്ടൊക്കെ കൊണ്ടു നടക്കാൻ താല്പര്യമുള്ള ആക്കാമെങ്കിൽ ഇതൊരു വൈസ് ഓപ്ഷൻ തന്നെയാണ്. 2024 പല രാജ്യങ്ങളിലും ഈ വണ്ടി നിർത്തി. അതൊരു ബാഡ് ന്യൂസ് ആണ്. ഇലക്ട്രോണിക് ടിൽറ്റബിൾ ആൻഡ് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഈസ് കോമൺ ഇൻ പ്രീമിയം കാർസ്. 3 സ്പോക്ക് പ്ലസ് ഒരു അലൂമിനിയം ട്രിമ്മോട് കൂടി ഒരു ബ്ലാക്ക് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് സൈഡിലൊരു കേവൊക്കെ ഉണ്ട്. സ്റ്റിയറിങ്ങിന് ഹാൻഡിലൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നടുക്കൊരു ഇൻഫിനിറ്റിൻ്റെ ബാഡ്ജ് കാണാം. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വോളിയത്തിൻ്റെ ബട്ടണ്, അതുകൂടാതെ വോയിസ് കമാൻഡ്, പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ളത്, പിന്നെ സെൻട്രലിലെ ക്ലസ്റ്റർ ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റിലേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോൾ, പിന്നെ സ്ക്രീനിലെ ഫീച്ചേഴ്സ് ഒക്കെ സ്ലൈഡ് ചെയ്യാനുള്ള ബട്ടണ്. റൈറ്റ് സൈഡിൽ വെഹിക്കിൾ ഇൻഫർമേഷൻ ഡിസ്പ്ലേ, സെൻട്രൽ ക്ലസ്റ്ററിലുള്ള ആ ഒരു TFT ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, കൂടാതെ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺ വന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി സെൻട്രലിലെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ടാക്കോമീറ്റർ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്ററും കൊടുത്തിട്ടുണ്ട്. നടുക്കൊരു TFT ഡിസ്പ്ലേ, അതിൽ വെഹിക്കിൾ ഇൻഫർമേഷൻ കാണിക്കും. ഈ വെഹിക്കിൾ ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ ഇപ്പോൾ ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര റേഞ്ച് വണ്ടിയിൽ കിട്ടും, അതുകൂടാതെ ഡ്രൈവ് പൊസിഷൻസ്, പിന്നെ കിലോമീറ്റേഴ്സ്, ഡ്രൈവ് മോഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, ടൈമും ഇവിടെ കാണിക്കുന്നുണ്ട്, ഫ്യൂൽ എക്കണോമി, കോമ്പസ്, അതുപോലെ ടയർ പ്രഷർ, പിന്നെ എന്തെങ്കിലും മെയിൻ്റെനൻസ് റിലേറ്റഡ് വാർണിംഗ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച്, ഓട്ടോ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച്, അതുകൂടാതെ റിയർ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലെ ആംബ്രസ്റ്റിലേക്ക് വരാം. ആംബ്രസ്റ്റിൻ്റെ അകത്ത് ഒരു മീഡിയ ഹബ് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് USB കുത്താനുള്ള കാര്യങ്ങൾ, അതുകൂടാതെ മെമ്മറി കാർഡ് ഇടാൻ. ഈ മെമ്മറി കാർഡ് എന്താണെന്ന് വെച്ചാൽ ഈ മാപ്പ് അപ്ഡേറ്റ് ചെയ്യാനാണ്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി അന്നേരം ബിൽറ്റിൻ ആയിട്ടുള്ള മാപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ അപ്ഡേറ്റ് അല്ല. സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 12 സ്പീക്കേഴ്സോട് കൂടിയ ബോസിൻ്റെ ഒരു സറൗണ്ട് സൗണ്ട് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ ഇതുപോലുള്ള വണ്ടികൾ വാങ്ങിച്ചു കഴിഞ്ഞ് അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ദാറ്റ് ഈസ് വൺ മോർ റീസൺ ഫോർ മീ ടു കൺസിഡർ ദിസ് കൈൻഡ് ഓഫ് കാർസ്. സെൻട്രലിൽ ഡുവൽ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. മുകളിലൊരു 7 ഇഞ്ചും താഴെ ഒരു 8 ഇഞ്ചും ആയിട്ടുള്ള ഡുവൽ ഡിസ്പ്ലേ. അതിൽ ടച്ച് സ്ക്രീനാണ്, ടച്ച് പാഡാണ് ടോപ്പിലും താഴെയും. ടോപ്പിൽ മാപ്പ്, അതുകൂടാതെ 360 ഡിഗ്രി ക്യാമറ, ദാറ്റ് ഈസ് സറൗണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഇവിടെ ഇൻഫിനിറ്റി വിളിക്കുന്ന ക്യാമറ സിസ്റ്റം. അത് നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ഒരു വിഷനകത്ത് തരുന്നത്. അതുകൂടാതെ അതിൻ്റെ അകത്ത് തന്നെ മാപ്പും ഉണ്ട്. ഡുവൽ സോൺ AC വെൻറ്റ് കാണാം, അതൊരു വേർട്ടിക്കലി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൺട്രോൾസൊക്കെ ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ബട്ടൺസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ വെയിലൊന്നും അടിക്കാത്തതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് ഒരു പ്രശ്നവും വന്നിട്ടില്ല. അതുകൂടാതെ ഇതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി ഒന്നും ഒരു പ്രശ്നങ്ങളും കാണുന്നില്ല. വളരെ എന്താ പറയുക, ക്വിക്കായിട്ട് തന്നെ റിയാക്ഷനൊക്കെ ഉണ്ട്. പഴകിയതിൻ്റെ ഒരു പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. സെൻട്രലൊരു പിയാനോ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പം കാണുന്ന കാറുകളിലൊക്കെ ഉള്ള പോലെ തന്നെ. പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയൊരു ലൈറ്റർ, അതുകൂടാതെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് താഴോട്ടേക്ക് വരുമ്പോൾ ഹസാർഡ് ലൈറ്റ്, അതുകൂടാതെ 2 സീറ്റും ഹീറ്റ് ചെയ്യാനുള്ള സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. പിന്നെ റേഡിയോ, അതേപോലെ മീഡിയ ട്യൂൺ ചെയ്യാനൊക്കെ ഉള്ള സ്വിച്ചസും വേറെ കൊടുത്തിട്ടുണ്ട്. ഈ ടച്ചിലും ഈ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ താഴെ സ്വിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലിവറിലും ഒരു അലൂമിനിയം ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പ്ലസ് അലൂമിനിയം ഫിനിഷിംഗോട് കൂടിയ ഗിയർ ലിവർ. അത് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങുന്ന വണ്ടികളിലൊക്കെ നടുക്കൊരു ഇൻഫിനിറ്റിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലതൊന്നുമില്ല. പക്ഷേ ഒരു നല്ലൊരു ചെറിയൊരു ഗിയർ ലിവർ. അത് മാനുവൽ ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുകൂടാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവ് മോഡ് 2 തരത്തിലുള്ള ഓപ്ഷനോട് കൂടിയ ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് ഒരു ചെറിയൊരു റോട്ടറി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മാപ്പിൻ്റെ സൂമിങ്ങും കാര്യങ്ങളൊക്കെയാണ്. താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു റോക്കർ സ്വിച്ചാണ്.
ഇതിൻ്റെ സെൻട്രൽ ഡിസ്പ്ലേയിൽ ഇൻഫർടൈൻമെൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത്, ഐ മീൻ എന്തൊക്കെ ഓപ്ഷൻസാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് കൊടുത്തത് നോക്കാം. ക്ലോക്ക്, കോമ്പസ്, അതേപോലെ ഇമെയിൽ കാണാനുള്ള ഓപ്ഷൻസ്, പിന്നെ കലണ്ടർ, അതേപോലെ ഡ്രൈവിംഗ് പെർഫോമൻസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, റിലേറ്റഡ് ആയിട്ട് ടയർ, അതുപോലെ എഞ്ചിന്, പിന്നെ ബ്രേക്ക് പാഡ്സ്, അങ്ങനെയുള്ള പാർട്സിൻ്റെ ഒക്കെ നമ്മളിപ്പം സർവീസ് ഇൻ്റർവെൽ ഡ്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് എത്രയാണ് ഈ വണ്ടിയുടെ ഫ്യൂവൽ കൺസപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹിസ്റ്ററി, പെർഫോമൻസ്, വണ്ടിയുടെ ഓരോ ലെവലിലുള്ള പെർഫോമൻസ്, എക്കോ ഡ്രൈവർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, വണ്ടി ഡ്രൈവർ യൂസ് ചെയ്ത സമയത്തുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. പെർഫോമൻസ് മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നമ്മളെ വണ്ടീൻ്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് ഇവിടെ ഒരു ഗ്രാഫ് രൂപത്തിലൊക്കെ കാണിച്ചു തരും. അതേപോലെ സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ നമുക്ക് ഇവിടെ ഒരു ലെഫ്റ്റോ റൈറ്റോ ഏത് ഇതിലുള്ളതെന്നൊക്കെ ഒരു കാണിക്കാനുള്ള ഒരു ഡിസ്പ്ലേയും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂൽ എക്കണോമി, ഇത്രയൊക്കെയാണ് ഈ സെൻട്രൽ ഡിസ്പ്ലേയിലുള്ളത്. കേവി കൈൻഡാണ് ഫ്രണ്ടിലെ ഈ ഒരു നമ്മളെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നതൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് ലെഗ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. എല്ലാവരും ഒരു ലെതറിന്റെ സ്റ്റിച്ചിങ്, അതുകൂടാതെ ഒരു ഡുവൽ ടോൺ ഡോർ ഡിസൈന്, സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണോട് കൂടി ഒരു സ്റ്റിച്ചൊക്കെ കൂടിയ ഒരു ഡോർ ഡിസൈന് കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ നിലനിർത്തിയിട്ടുണ്ട് എല്ലാ കോർണറിലും. ഇനി റിയർ പാസഞ്ചർ സീറ്റിലേക്ക് വരുമ്പോൾ റീസണബിൾ സ്പേസ് തന്നെ ഉണ്ട്. ലോങ് വീൽ ബേസ് ആണെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന ടോ സ്പേസും അതേപോലെ തന്നെ ഹെഡ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസും ഉണ്ട് അത്യാവശ്യം. ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 2 കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 റിയർ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു ആസ്ട്രേ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. USB ഒന്നും കൊടുത്തിട്ടില്ല. അതൊരു ചെറിയൊരു പോരായ്മ തന്നെയാണ്. റിയറിൽ മൊബൈൽ ചാർജ് ചെയ്യുന്ന അന്നത്തെ കാലത്ത് ഇല്ല. ഐ മീൻ 10 വർഷമാണ്, അത്ര പഴക്കമില്ലാത്തൊരു കാലഘട്ടത്തിലും ഇല്ല. സെൻട്രലിലെ ടണൽ അത് റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ടാണ്. അത് പിന്നെ സെഡാനിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. SUV കൈൻഡാണെങ്കിൽ ഹൈറ്റ് കൂടുമ്പോൾ കുറച്ച് ടണലിൻ്റെ ഈ ഒരു ഹൈറ്റും കുറയായിരുന്നു. പക്ഷേ അതൊരു എന്താ പറയുക, 2 ആൾക്കാർക്ക് മാത്രം ഇരിക്കാനുള്ള രീതിയിലായിട്ടാണ് ഈ സീറ്റ് ഉള്ളത്. പിന്നെ 2 ഡോറിലും കപ്പ് ഹോൾഡർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ആൾക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ കുഷനിങ്ങോട് കൂടി നല്ലൊരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. അവിടെയും ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ലൈറ്റ് റിയറിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിലേക്ക് വരുമ്പോൾ 1 ടച്ച് തന്നെയാണ്. വിൻഡോസ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസിൽ 1 ടച്ച് ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. 2 ബോസിന്റെ സ്പീക്കർ കൊടുത്തിരിക്കുകയാണ് ഹെഡ് റെസ്റ്റിന്റെ പിറകിലായിട്ട്. കൂടാതെ അക്കൗസ്റ്റിക് എമിഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തന്നെ ടോപ്പ് ഓഫ് ദ ട്രിം എന്ന് പറയുന്ന ലെക്സി എന്ന് പറയുന്ന 3.0 ലിറ്റർ എഞ്ചിനോട് കൂടി ഒരു മോഡൽ കൂടിയുണ്ട്. 2014 തന്നെ. അതിൽ ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് ഉണ്ട്, ലൈൻ ഡിപ്പാർച്ചർ പ്രിവെൻഷൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്, പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, പിന്നെ അതുകൂടാതെ ഡിസ്റ്റൻസ് കൺട്രോൾ അസിസ്റ്റ്, പിന്നെ ഫോർവേഡ് എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട്, പിന്നെ പ്രെഡിക്റ്റീവ് ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് ഉണ്ട്, അതുകൂടാതെ ആക്റ്റീവ് നോയ്സ് കൺട്രോൾ ആൻഡ് ആക്റ്റീവ് സൗണ്ട് കൺട്രോൾ ഉണ്ട്. U50 തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് 3.7 ലിറ്റർ V6 എഞ്ചിൻ ഇറങ്ങുന്നുണ്ട്. അതുകൂടാതെ 3.5 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിൻ ഉണ്ട്, പിന്നെ 3 ലിറ്റർ എഞ്ചിൻ ഉണ്ട് ട്വിൻ ടർബോയോട് കൂടിയിട്ടുള്ള, അതുകൂടാതെ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്, അതുകൂടാതെ ഓൾ വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ്, ഇൻ്റലിജൻറ്റ് ഓൾ വീൽ ഡ്രൈവ് ഉള്ള മോഡൽ, അങ്ങനെയൊക്കെ ഒരുപാട് മോഡൽ ഇറങ്ങുന്നൊരു വണ്ടിയാണിത്. ഇതൊക്കെയാണ് പഴയ G37 എന്ന് പറയുന്ന ഒരു കൂപ്പെ Q50 എന്ന് പറഞ്ഞ ഒരു ലോങ് വീൽ ബേസ് വണ്ടിയായപ്പോൾ കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങൾ, അതുകൂടാതെ വണ്ടിയിലുള്ള ഫീച്ചേഴ്സ്, വണ്ടിയുടെ ലേറ്റസ്റ്റ് മോഡൽ കാറുകളിലൊക്കെ ഇറങ്ങിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അതായത് കാലാകാലങ്ങളായിട്ട് Q50 വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ. ഡയറക്റ്റ് അഡാപ്റ്റീവ് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി അത് ഇതിൻ്റെ അകത്തില്ല. അത് ഇതിൻ്റെ നെക്സ്റ്റ് ഇയറിലൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ഡിജിറ്റൽ ഡൈനാമിക് സസ്പെൻഷൻ എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ല. പിന്നെ ഹെഡ്ലൈറ്റ് വാഷർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഐക്കി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. റിമോട്ട് സ്റ്റാർട്ടോട് കൂടിയ ഒരു സിസ്റ്റമാണ്, അത് ഇതിലില്ല. വെന്റിലേറ്റഡ് സീറ്റ് കൊടുത്തിട്ടില്ല, പക്ഷേ ഹീറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓട്ടോ ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിലുള്ള പോലെ ഇതിൽ അന്നേരം കൊടുത്തിട്ടില്ല. പിന്നെ USB റിയറിൽ സീറ്റിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. വെന്റിലേറ്റഡ് സീറ്റ് കൊടുത്തിട്ടില്ല, പക്ഷേ ഹീറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല, പക്ഷേ മൊബൈൽ സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡോറിൽ വാട്ടർ ബോട്ടിൽ ഹോൾഡറോ അങ്ങനെയുള്ളതൊന്നും കൊടുത്തിട്ടില്ല. പാസഞ്ചേഴ്സിന് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ആയിട്ടുള്ള ഒരു LCD ഡിസ്പ്ലേയോ കാര്യങ്ങളൊന്നും ഹെഡ് റെസ്റ്റിലോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. 4 ഡ്രൈവ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. സ്പോർട്ട്, സ്റ്റാൻഡേർഡ്, സ്നോ, പിന്നെ പേഴ്സണൽ നമുക്ക് ത്രോട്ടൽ റെസ്പോൺസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്തിട്ടുള്ളൊരു എൻ്റെ ഒരു ഇംപ്രഷൻ അഥവാ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മെർസിഡീസ് ബെൻസിൻ്റെ 2 ലിറ്റർ ടർബോ എഞ്ചിനാണ് ഇതിൻ്റെ അകത്തുള്ളത്. കാലാകാലങ്ങളായിട്ട് ഓട്ടോമൊബൈൽ ഫീൽഡ് ഇങ്ങനെ കൊടുക്കൽ വാങ്ങൽ പരിപാടി ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് Q50 കിട്ടിയിരിക്കുന്നത് ഒരു മെർസിഡീസ് ബെൻസിൻ്റെ എഞ്ചിനാണ്. പകരമായിട്ട് ഒരു ഗിയർ ബോക്സ് കൊടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്നോളജിയും എന്താ പറയുക, ഗിയർ ബോക്സ് എഞ്ചിനൊക്കെ കൈമാറുന്ന ഒരു പാരമ്പര്യം പണ്ട് മുതലേ ഓട്ടോമൊബൈൽ ഫീൽഡിലുണ്ട്. സോ അങ്ങനെ കിട്ടിയൊരു എഞ്ചിനാണ്. 4 സിലിണ്ടർ എഞ്ചിനാണ്, പെട്രോളാണ്, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, ലോഞ്ചിറ്റ്യൂഡിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. റിയർ വീൽ ഡ്രൈവാണ്, 16 വാൾവ് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ടോർക്ക് ഏകദേശം 320 ന്യൂട്ടൺ മീറ്ററും, ഹോഴ്സ് പവറിൽ വരുമ്പോൾ 210 HP ഉള്ള ഒരു എഞ്ചിനാണ്. കാര്യം ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫാനിൻ്റെ സൗണ്ടാണ്. ഈ ഫാനിൻ്റെ ബ്ലേഡിൻ്റെ ആംഗിളാണോ എന്തുകൊണ്ടാണോ അല്ല ഉപയോഗിച്ച ഫാനിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു വലിയൊരു ശബ്ദം തന്നെ ഉള്ളിൽ കേൾക്കുന്നുണ്ട്. അതേപോലെ എഞ്ചിൻ്റെ ഒരു ചെറിയ നോയ്സും, അത് രണ്ടിലുമാണ് എനിക്കൊരു ഈ ഡ്രൈവിങ്ങിൽ അൺഹാപ്പി ആയിട്ട് തോന്നിയിട്ടുള്ളത്.
അത് എനിക്ക് തോന്നുന്നു സ്വതവേ ലക്ഷറി കാറുകളിലൊന്നും ഇങ്ങനെ ഫാനിന് ഇത്ര വലിയൊരു ശബ്ദം ഉണ്ടാവില്ല. പക്ഷേ ഇത് ഇൻഫിനിറ്റിയിൽ ഇങ്ങനെ ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സൗണ്ട് ഉള്ളത് കൊണ്ടാവണം ഒരു ബോസിൻ്റെ FL സ്പീക്കേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത്, ഉള്ളിൽ സൗണ്ട് കുറച്ചും കൂടി കുറയ്ക്കാം. പക്ഷേ എന്നാലും സൈഡിലൂടെ വണ്ടി പോകുന്നതൊന്നും ശരിക്കായിട്ട് അറിയുന്നൊന്നുമില്ല, സൗണ്ടൊന്നും അറിയുന്നില്ല. വിൻഡോയിൽ കാണുന്നില്ലാണ്ട് നല്ല ക്വാളിറ്റിയിൽ അക്കൗസ്റ്റിക് പ്രൂഫൊക്കെ ചെയ്തുകൊണ്ടാവണം. ഡ്രൈവിങ്ങിൽ തന്നെ പേഴ്സണൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല, ഇത് വേറൊരാളുടെ വണ്ടിയാണ്. 2000 RPM മുകളിലാണ് വണ്ടീൻ്റെ ഒരു പെർഫോമൻസ്. എന്താ പറയുക, സ്പോർട്സ് കാർ പോലെ പായുന്നുണ്ട്. ടെർബോ ഉള്ളതുകൊണ്ടായിരിക്കണം. ടെർബോ ഒരുപാടുള്ള വണ്ടികളൊന്നും ഞാൻ ഓടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെർബോൻ്റെ ഒരു ഫീൽ നല്ലൊരു സുഖമുണ്ട്. സ്റ്റിയറിംഗിലെ ഒരു ഫീൽ വേറെ തന്നെയാണ്. ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ടാണോ. ഫ്യൂൽ കൺസംപ്ഷൻ റേറ്റും അതേപോലെ റേഞ്ചും ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എത്ര കിലോമീറ്റർ പോകാൻ പറ്റുന്നുള്ളത്. ഏകദേശം ഒരു ഇലക്ട്രിക് കാർ പോലെയൊക്കെ എത്ര റേഞ്ച് എന്നൊക്കെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിലുള്ള വണ്ടികളൊക്കെ പ്രോപ്പർ മെയിൻ്റെനൻസ് സർവീസൊക്കെയാണ് ഒരു അനദർ ഫാക്ടർ വണ്ടി പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നിലനിർത്താനുള്ളത്. ലക്ഷറി ആയിട്ട് തന്നെ എപ്പോഴും കൊണ്ടു നടക്കാനും അവർ ക്ലാസ്സിൽ കൊണ്ടു നടക്കുന്നത്. വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ ഇത് കാലപ്പഴക്കം ചെന്ന വണ്ടിയാണ്. 3 ലക്ഷം കിലോമീറ്ററോളം ഓടി. ചെറിയ എന്താ പറയുക, അൺഈവൺനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കംഫർട്ട് റൈഡ് തന്നെയാണ്. സീറ്റ് നല്ലൊരു കുഷനിങ് തന്നെയാണ് തരുന്നത്. ഇതിനൊക്കെ ഉള്ളത് കൊണ്ടാവണം ഈ ഒരു പ്രീമിയം കാറിൽ പണക്കാരായ ആൾക്കാരൊക്കെ പോകുന്നത്. അവർ മണ്ടന്മാരെന്നല്ല, അവർ പൈസ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചിലവാക്കുന്ന സമയത്തും നല്ലോണം ചിന്തിച്ചിട്ടല്ലേ ചിലവാക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി എടുക്കുമ്പോൾ അവർ ഒരുപാട് ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടും ഓടിച്ചു നോക്കിയിട്ടും ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ചൊക്കെ ചെയ്തിട്ടൊക്കെ അല്ലേ വാങ്ങിക്കും. അപ്പോൾ എനിക്കിത് എല്ലാം കൊണ്ട് ഒരു ഹാപ്പിയാണ് ഈ വണ്ടിയിൽ. പക്ഷേ ഇത് ഇൻഫിനിറ്റി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അധികം വിറ്റ് പോകുന്നില്ല. പക്ഷേ പാർട്സിനൊന്നും വലിയ പ്രൈസൊന്നും ഇല്ല. അതുകൂടാതെ അധികം മെയിൻ്റനൻസ് ഹെഡേക്ക് ഒന്നും വന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഓണർ. ഇപ്പം പുള്ളി 4 years ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് 120,000 അവൻ ഓടിച്ച് ഒരു പ്രോബ്ലം ഇല്ല. ഇടക്കിടക്ക് ഓയിൽ ചേഞ്ച്, അതേപോലെ എന്തെങ്കിലും ചെറിയ കമ്പണൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇതേപോലെയുള്ള വണ്ടി സെലക്ട് ചെയ്യുന്ന ഉദ്ദേശം ആണെങ്കിൽ കഴിയുന്നതും കുറച്ചും കൂടി എന്താ പറയുക ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് എടുക്കുക. കുറച്ച് നല്ലൊരു വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി എന്താ പറയുക അടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്ന് നോക്കുക. അതേപോലെ ഗിയർ ഇതിൻ്റെയൊക്കെ ട്രാൻസ്മിഷനിലും കുറച്ച് പ്രോബ്ലംസ് വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതേപോലെ എഞ്ചിനിലും ചെറിയ പ്രോബ്ലംസ്, ടെർബോ ഒക്കെ ഉള്ളതായതുകൊണ്ട് ടെർബോൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് റിസർച്ച് നടത്തിയിട്ട് സെലക്ട് ചെയ്യുക. ഞാനാണെങ്കിൽ ഇതുപോലെ ഒരു 3 ലക്ഷം കിലോമീറ്റർ ഓടിയതല്ല, ഒരു 2 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിയൊരു വണ്ടി 30,000 dirhams ഒക്കെ കൊടുത്തിട്ട് ഞാൻ വാങ്ങിക്കും. കാരണം അതിനുള്ളൊരു ഗുണമുണ്ട്, പിന്നെ അത് തരുന്നൊരു ഫീലും വേറെ തന്നെയാണ്. അതാണല്ലോ ഏറ്റവും വലുത്. മാത്രമല്ല ഇത് നമുക്കൊരു ഡെയിലി പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്, ഒരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഞെക്കുക. അതേപോലെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് എന്തെങ്കിലും കുറച്ച് യൂസ്ഫുൾ എന്തെങ്കിലും ഒരു യൂസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു വണ്ടിയെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, ജപ്പാനീസ് ഒരു ലക്ഷറി കാറൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എക്കണോമിക്കലി കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു കാർ തന്നെയാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അടുത്ത ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പഴയ കാറുമായിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ പുതിയതേതും കിട്ടിയിട്ട് പുതുതായിട്ട് വരുന്നതായിരിക്കും. പുതിയ കിട്ടാൻ സാധ്യത കുറവാണ്, കാരണം എനിക്ക് അത്ര വലിയ ഹോൾഡും കാര്യങ്ങളൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു. ടേക്ക് കെയർ.